പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇരുമ്പുപാലത്തു നിന്നും 2 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന മുത്തിക്കാട് എന്നൊരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു യൂക്കാലിക്കൂപ്പാണ്. ഈ യൂക്കാലിക്കൂപ്പിൻ്റെ അല്പം അടുത്ത് തന്നെയാണ് ഈ മുത്തിക്കാട് സ്ഥിതി ചെയ്യുന്നത്. ഞാനിവിടെ എത്തിച്ചേരുവാനുണ്ടായ സാഹചര്യം, ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടെന്നറിഞ്ഞാണ് വന്നത്. നമുക്ക് ചെക്ക് ഡാമിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഈ ചെക്ക് ഡാമിന് സൈഡിൽ കൂടി കാണുന്ന ഈ വഴി 10-ാം മൈൽ എന്ന പ്രദേശത്തേക്കാണ് എത്തിച്ചേരുന്നത്. മുത്തിക്കാട് പ്രദേശവാസികൾക്ക് 10-ാം മൈലിൽ എത്തിച്ചേരുവാനുള്ള ഒരു എളുപ്പമാർഗമാണ് ഈ കാണുന്ന കാട്ടുവഴി. റോഡൊന്നുമില്ല, നടപ്പ് വഴി മാത്രം. കുറേ ഭാഗം വണ്ടിയെല്ലാം ചെല്ലുമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും മുത്തിക്കാട് പ്രദേശവാസികൾക്ക് 10-ാം മൈലിൽ എത്തിച്ചേരുവാൻ ഈ വഴി വളരെയേറെ ഉപകാരപ്രദമാണ്. നമുക്ക് ചെക്ക് ഡാമിൻ്റെ മുകൾ ഭാഗം വരെ ഒന്ന് പോയി നോക്കിയാലോ. ഇവിടെ 2 പോത്തുകളെ വെള്ളത്തിലിറക്കി കിട്ടിയിരിക്കുന്നു. സമയം വളരെ കുറവായതിനാൽ ഞാൻ തിരികെ പോകുവാൻ ആരംഭിച്ചു. ഈ വഴിയിൽ കൂടിയാണ് ഞാൻ എത്തിച്ചേർന്നത്. ഇതിൽ വണ്ടി വരുവാനും കയറ്റിക്കൊണ്ട് പോകുവാനും ബുദ്ധിമുട്ടായതിനാൽ ഞാൻ എൻ്റെ ബൈക്ക് ഈ മുകൾ ഭാഗത്താണ് വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തോണിപ്പാറയിൽ കൂടി പടിക്കപ്പിലെത്തിയ ശേഷം അവിടെ നിന്നും പരിശക്കല്ല് എന്ന പ്രദേശത്തേക്കാണ് പോകേണ്ടത്. വഴി അല്പം ദുർഘടമാണ്, എങ്കിലും നമുക്ക് പോയി നോക്കാം. ഞാനങ്ങനെ പരിശക്കല്ല് എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. പരിശക്കല്ലും ഒരു ചെറിയ സിറ്റിയാണ്. ഒരു വലിയ പള്ളിയും 1-2 ചെറിയ കടകളൊക്കെ അവിടെയുണ്ട്. ഇവിടെ നിന്നും ഇടതുഭാഗത്തേക്കുള്ള റോഡിൽ കൂടി ഞാൻ യാത്ര തുടർന്നു. ഇതാണ് 18 ഈ 18 മലയുടെ വിശേഷങ്ങളാണ് തൊട്ടടുത്തുള്ള ഫിലിപ്പിയേട്ട് എന്നോട് പറഞ്ഞു തന്നത്. ഇതാണ് 18. ഏകദേശം ഒരു 5000 അടിയിലേറെ ഉയരമുണ്ട് എന്നാണ് എൻ്റെ ഒരു ഏകദേശ വിലയിരുത്തൽ. അപ്പുറം കയറാൻ പറ്റില്ല. അല്പം സാഹസപ്പെട്ടാൽ ഈ 18 മുകളിലേക്ക്
ആ പാറയിൽ കൂടി അള്ളിപ്പടിച്ച് കയറുവാനുള്ള ഒരു ഗ്യാപ്പുണ്ട് എന്നാണ് ഫിലിപ്പ് ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ സമയം 3 മണിയോട് അടുത്തിരിക്കുന്നു. ഇനി മുകളിൽ കയറിയിട്ട് താഴെ ഇറങ്ങാനുള്ള സമയമില്ലാത്തതിനാൽ ഇനി ഒരു ദിവസം വരണമെന്ന് ഞാൻ മനസ്സിൽ ഉറച്ചു. അതിനകത്തിലും ഒരു മൃഗങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ആ അപ്പോൾ ആന ഇവിടുന്ന് തന്നെ എന്നിട്ട് കട്ടമുടിയെന്ന്. അപ്പോൾ കട്ടമുടി എൻ്റെ ആണിത്. ഇതിൻ്റെ മുകൾ ഭാഗം കട്ടമുടി എന്ന സെറ്റിൽമെൻറ്റ് കോളനിയാണ്. അവിടെ നിന്നും രാത്രി കാലങ്ങളിൽ ആനയും മറ്റ് കാട്ടുമൃഗങ്ങളുമെല്ലാം ഇവിടെ എത്തുമെന്നാണ് ഫിലിപ്പ് ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ ഈ ഇതേ കാണുന്ന മലയ്ക്ക് അതിന് 18 പതിനെത്തണ്ട്. ഇത് തമ്പ്രാന്തണ്ട്. ഇത് 10. ഈ വലിയ മലയ്ക്ക് ഇതിനോ 18. വലിയ മലയ്ക്ക് 18 ചെറിയ മലകൾക്ക് തമ്പ്രാൻ തണ്ടെന്നുമാണ് പേര്. 5 കിലോമീറ്റർ പോയാൽ അവിടെ ചെല്ലും, കട്ടമുടി ചെല്ലും. അപ്പോൾ കട്ടമുടി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് നേരെ ഇങ്ങോട്ട് വരാമല്ലോ. ആ ആ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ? അല്ല ഇത് 18 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫിലിപ്പ് ചേട്ടനും പിന്നെ കുറേ ആളുകളൊക്കെ ഇതിൻ്റെ മുകളിൽ പല പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആടുന്നുണ്ട്. അത് പിന്നെ ഇല കാറ്റത്താടുന്നത് ഒരു കല്ലുവാഴയാണ്. ഇനിയൊരു ദിവസം ഈ 18 മലയുടെ മുകളിൽ കയറണം എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് ഞാനവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം തുമ്പിപ്പാറ എന്നൊരു സെറ്റിൽമെൻറ്റ് കോളനിയുണ്ട്. ഞാൻ അവിടേക്ക് യാത്ര തിരിച്ചു. ഇതാണ് 14 മൈൽ സിറ്റി. ഇവിടെ നിന്നും ഇടതുഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ ഇടതുഭാഗത്തേക്ക് യാത്ര തിരിച്ചു. ഇവിടെ നിന്നും കുറേ ദൂരം പോകേണ്ടതുണ്ട്. തുമ്പിപ്പാറയ്ക്ക് മുകളെത്തുള്ള ഒരു മുടിയാണ് ഈ കാണുന്നത്. പക്ഷേ സമയം പോയതിനാൽ ഇവിടെയും ഇന്ന് കയറുവാനുള്ള ഒരു സാഹചര്യം എനിക്കില്ലാതെയായിരിക്കും. ഇനി തുമ്പിപ്പാറ എന്ന പേര് വരുവാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടേക്ക് നമുക്കൊരല്പ ദൂരം കൂടി പോകേണ്ടതായിട്ടുണ്ട്. നമ്മളിതാ ആ സ്പോട്ടിലെത്തിയിരിക്കുന്നു. ഇതാ ഈ കാണുന്ന പാറയ്ക്ക് ഒരു തുമ്പിയുടെ ആകൃതി ഉള്ളതുകൊണ്ടാണ് തുമ്പിപ്പാറ എന്ന പേരുണ്ടാവാൻ കാരണമെന്നാണ് ഇവർ പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. എങ്കിൽ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.